ജനസമ്മതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് അങ്ങനെ കുതിച്ചുയരുകയാണ്. അതേസമയം വോട്ടുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ തെളിവും ഡേറ്റകളും സഹിതം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനും പരോക്ഷമായിട്ട് ഭീഷണിപ്പെടുത്താനും മുതിർന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിച്ഛായ താഴോട്ടിടിഞ്ഞ് ഏതാണ്ട് കുപ്പത്തൊട്ടിയിൽ വീണ് കിടക്കുകയാണ്. 7 ദിവസത്തിനകം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുകയോ ചെയ്യണമെന്നാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സർവാധികാരിയായ ജ്ഞാനേഷ് കുമാർ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൽപ്പിച്ചത്. ഇതിലേതെങ്കിലും ഒന്ന് രാഹുൽ ഗാന്ധി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇതുപോലൊരു കൽപ്പന ഇറക്കിയ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ രാഹുൽ ഗാന്ധി ഇത് രണ്ടും ചെയ്യാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ബീഹാറിൽ ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടുകളിലേക്കെതിരായിട്ട് ജനങ്ങളുടെ വികാരം ഉണർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര. അതിനിടയിൽ ജ്ഞാനേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് ചെവിയോർക്കാൻ അദ്ദേഹത്തിന് സമയമില്ല.